കൽപ്പറ്റ കരിങ്കുറ്റിയിൽ LDF പോളിംഗ് ഏജന്റിനെതിരെ പരാതി. സർക്കാർ വേതനം കൈപ്പറ്റുന്നവർ പോളിംഗ് ഏജന്റ് ആകരുത് എന്ന ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതി. ആശാവർക്കറായ രശ്മി പ്രദീപിനെതിരെ UDF പരാതി നൽകി. നടപടിയെടുക്കുന്നതിന് മുൻപേ പോളിംഗ് ഏജന്റ് സ്ഥാനത്തു നിന്നും രശ്മി പിന്മാറിയെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. ദീപക് മോഹൻ സ്ഥലത്തുണ്ട്. ദീപക്, എന്താണ് പരാതി? സ്മൃതി, നമുക്ക് കാണാം, ഇത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ 35-ാം ബൂത്ത് നമ്പർ ആയിട്ടുള്ള കരിങ്കുറ്റിയാണ്. കരിങ്കുറ്റിയിൽ ആശാപ്രവർത്തകയായ സ്ത്രീ LDFന്റെ ബൂത്ത് ഏജന്റായി എന്നാണ് പരാതി. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അവർ പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് ഒടുവിൽ ആണ് പ്രിസൈഡിംഗ് ഓഫീസർ അല്പം ആണ് നമ്മളോട് പ്രതികരിച്ചത്. ഈ നേരത്തെ ബൂത്ത് ഏജന്റ് ആയിരുന്ന സ്ത്രീയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താ? രാവിലെ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഈ പോളിംഗ് സ്റ്റേഷനുള്ളിൽ ആശാ വർക്കറായ ഒരാൾ ഈ പ്രവൃത്തി ഏറ്റെടുത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞങ്ങളുടെ പോളിംഗ് ഏജന്റായ ശ്രീ സതീഷ് അപ്പോൾ തന്നെ പോളിംഗ് ഓഫീസറോട് പരാതി കൊടുത്തു. വാക്കാൽ പരാതി ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നടപടി സ്വീകരിക്കാൻ നിർവാഹമില്ല എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ഓഫീസർ മറുപടി നൽകിയത്. എന്നാൽ രേഖാമൂലം പരാതി നൽകുന്നതിനായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖാമൂലം പരാതി എഴുതി നൽകുകയും പരാതി നൽകിയതിന് ശേഷം ഈ വ്യക്തി ആദ്യത്തെ മോക്ക് പോളിംഗ് ഉൾപ്പെടെ ഇവിടുത്തെ ഗുരുതരമായ അല്ലെങ്കിൽ രാവിലെ നടക്കേണ്ട നടപടി സ്വീകരിച്ചതായി ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പരാതി അവിടെ വാങ്ങി സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി പ്രിസൈഡിംഗ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത് നടപടി എടുത്തു എന്നാണ്. അവരെ ഇപ്പോൾ ബൂത്ത് ഏജന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബൂത്ത് ഏജന്റ് സ്ഥാനത്തു നിന്നും അവർ ഒരുപക്ഷെ അവർ കൈപ്പറ്റിയ ഐഡന്റിറ്റി കാർഡുണ്ട്, അവർ ഇന്നലെ വന്ന് ഒപ്പിട്ട് കൊടുത്ത രേഖകളുണ്ട്. അത് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുക എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് അങ്ങനെ പോകാൻ? തീർച്ചയായും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റ് ഈ പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഫൂട്ടേജ് രേഖാമൂലം ആവശ്യപ്പെടുമെന്ന് അറിയിച്ചു. സ്മൃതി, അത് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് LDF സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ, അതായത് ഈ കരിങ്കുറ്റിയിലുള്ള 35-ാം നമ്പർ ബൂത്തിൽ ഏജന്റായിരുന്നത് ആശാപ്രവർത്തകയാണെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. ഈ LDF ബൂത്ത് ഏജന്റായിരിക്കുന്ന ആളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. സ്മൃതി.